ഒരൊറ്റ പഴം വീട്ടിലുണ്ടെങ്കിലേ നമുക്കൊരു പ്ലേറ്റ് നിറച്ചും പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പോട്ടിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പിനടുത്ത് ചെറുകിയെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവിലാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് അവിലാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. മട്ട അവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ അവലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരൊറ്റ പഴം മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി പഴവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. 1/2 അച്ച് ശർക്കര ഞാൻ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ശർക്കരയൊക്കെ ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് പകരമായിട്ട് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് നല്ല രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴമൊക്കെ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴമൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഞാനിവിടെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് തൊടാനുള്ള ആ ഒരു ചൂടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അവലും ഒക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പഴമൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ എല്ലാതും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അത് എല്ലാതും ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു മാവ് കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരുപാട് ലൂസ് ആവാത്ത രീതിയിൽ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതിനെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നോർമൽ വാട്ടറാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും അല്ല, ആ ഒരു ലെവലിലാണുള്ളത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഓരോരോ ബോൾസും നമ്മൾ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ സുഗിയനൊക്കെ റെഡിയാക്കി എടുക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നും നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ നല്ല രീതിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഇവിടെ കിട്ടും. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ അധികം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഓരോരോ പലഹാരങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ പലഹാരം ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു സൈഡ് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉൾഭാഗത്തുള്ള ഫില്ലിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നതുകൊണ്ട് നമുക്കിതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ഗോൾഡൻ കളറായി വരാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ എല്ലാ സൈഡും ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. പഴവും അവിലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതാ എല്ലാതും ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നും ഒരേ രീതിയിലൊക്കെ സ്നാക്സൊക്കെ റെഡിയാക്കി എടുക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇതേ ഒരു രീതിയിലൊക്കെ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.